ലോകത്ത് ഏറ്റവും അധികം ലബോറട്ടറി വജ്രം നിർമ്മിക്കുന്ന രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. വജ്രനിർമ്മാണ രംഗത്ത് പുത്തൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് കോടികൾ കൊയ്യുന്ന നിരവധി സ്ഥാപനങ്ങൾ ഗുജറാത്തിലെ സൂററ്റിലുണ്ട്. നിർമ്മിക്കുന്ന വജ്രത്തിൻ്റെ 80% കയറ്റുമതി ചെയ്യുന്നതുകൊണ്ട് വിദേശ നാണ്യം നേടിക്കൊടുക്കുന്ന പ്രധാന വ്യവസായമായി വജ്രനിർമ്മാണ മേഖല സൂററ്റിൽ മാറിക്കഴിഞ്ഞു. ലാബ് ഗ്രോൺ ഡയമണ്ട്, അതായത് ലബോറട്ടറിയിൽ നിർമ്മിച്ചെടുക്കുന്ന വജ്രം, സൂറത്തിലെ വജ്ര വ്യവസായ മേഖലയുടെ തലവര മാറ്റി എഴുതിയ നവീന കണ്ടുപിടുത്തം. വജ്രം ഇറക്കുമതി ചെയ്ത ശേഷം അത് മുറിച്ച് പോളിഷ് ചെയ്ത് വിറ്റിരുന്ന പഴയ പതിവ് പതിയെ മാറി. വജ്രം ഇവിടെ തന്നെ ഉണ്ടാക്കി പോളിഷ് ചെയ്ത് കയറ്റി അയക്കുന്നതിലൂടെ വ്യവസായികളുടെ വരവ് ചെലവ് ബുക്കിൽ ലാഭക്കണക്ക് കൂടി. ഇറക്കുമതിക്ക് ചെലവിട്ടുകൊണ്ടിരുന്ന പണം അത്രയും ലാഭം. സൂറത്തിലെ ഗ്രീൻ ലാബ്സ് അത്തരമൊരു വമ്പൻ വജ്ര നിർമ്മാതാക്കളാണ്. കൂറ്റൻ ഫാക്ടറിയിൽ ആയിരക്കണക്കിന് തൊഴിലാളികൾ ജോലിയെടുക്കുന്നു. നിർമ്മാണ ഘട്ടങ്ങൾ ഗ്രീൻ ലാബ്സിൽ 24 സംഘം ചുറ്റിക്കണ്ടു. ചെറു ഡയമണ്ട് കഷ്ണമാണ് അസംസ്കൃത വസ്തു. അതിനെ സീഡ് അഥവാ വിത്ത് എന്ന് വിളിക്കാം. പ്രത്യേകം തയ്യാറാക്കിയ ചേംബറിൽ ഉയർന്ന ഊഷ്മാവിലും മർദ്ദത്തിലും അത് വളരും. അടുത്ത ഘട്ടം വളർന്നു വന്ന സീഡിൽ നിന്ന് എത്ര വജ്രം എത്ര വലുപ്പത്തിൽ മുറിക്കണം എന്ന മാപ്പിംഗ് ആണ്. ശേഷം അടുത്ത ഡിപ്പാർട്ട്മെൻറ്റിൽ കട്ടിംഗ് ജോലി. സൂക്ഷ്മമായ ജോലിയാണിത്. പോളിഷിംഗ് കൂടി കഴിയുമ്പോൾ ഖനന വജ്രത്തെ വെല്ലുന്ന ലാബ് നിർമ്മിത വജ്രം തയ്യാർ. ഖനന വജ്രവും ലബോറട്ടറി വജ്രവും തമ്മിൽ തിരിച്ചറിയാൻ വിദഗ്ധർക്ക് പോലും കഴിയാറില്ല. One is born above earth and one is under the earth. So the chemical, the optical, there is no differentiation between lab and mine diamond. So it's like if I would say test tube baby. കേരളത്തിലെ ജ്വല്ലറികൾ അടക്കം സൂറത്തിൽ നിന്ന് വജ്രം വാങ്ങുന്നുണ്ട്. പക്ഷേ സ്വർണം പോലെ നിക്ഷേപം മനസ്സിൽ കണ്ട് വജ്രം വാങ്ങുന്നതിൽ കാര്യമില്ല. സ്വർണമടക്കം മറ്റു മാർഗങ്ങൾ അതിന് വേറെയുണ്ട്. വജ്രാഭരണങ്ങൾ അണിയാൻ കൊതിക്കുന്നവർക്ക് വലിയ ചെലവില്ലാതെ അത് സ്വന്തമാക്കാനുള്ള അവസരമാണിത്. It's basically for a better value. You lesser value, you get a better product. It is not called as a cheap product. It is a product which is beautiful and at a better price. പ്രാഥമിക വിദ്യാഭ്യാസം പോലും പൂർത്തിയാക്കാത്ത തൊഴിലാളികൾ ഈ മേഖലയിലുണ്ട്. 1 ലക്ഷമോ അതിൽ കൂടുതലോ ശമ്പളം പലർക്കും കിട്ടുന്നുമുണ്ട്. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന വജ്രങ്ങളിൽ 80% കയറ്റുമതി ചെയ്യുന്നതിനാൽ ആത്മനിർഭർ എന്ന സങ്കല്പം ശരിവെക്കുന്ന മേഖലയായി വജ്ര നിർമ്മാണം മാറി. സൂറത്തിൽ നിന്നും വരുൺ വീനാർക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.